ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പിറന്ന നാടിനോടുള്ള മുഹബ്ബത്ത് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അത്രയ്ക്കും വലിയ സന്തോഷങ്ങളുമാണ്. എല്ലാം നഷ്ടപ്പെട്ട പലസ്തീനികൾക്ക് ഇപ്പോൾ തിരിച്ച് ഗാസയിലേക്ക് വരാൻ വേണ്ടി സാധിക്കുകയാണ്. അവർക്ക് ഒരുപാട് ഓർമ്മകൾ അവിടെയുണ്ട്. തീർച്ചയായിട്ടും അവിടെ ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ട സ്ഥലമാണെങ്കിലും തിരിച്ച് അങ്ങോട്ട് വരിക എന്ന് പറയുന്നത് അവർക്ക് അത്യന്തം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ യുദ്ധം എന്ന് പറയുന്ന സംഭവം നടക്കുന്ന സമയത്ത് ഒരുപാട് പലസ്തീനികൾ ഇസ്രായേലിൻ്റെ പിടിയിലും അതുപോലെ തന്നെ ഒരുപാട് ഇസ്രായേലി പൗരന്മാർ നമ്മുടെ പലസ്തീൻ്റെ ഹമാസിൻ്റെ കയ്യിലും അകപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം യുദ്ധത്തടവുകാരെ ഇപ്പോൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴുള്ളൊരു സന്തോഷം തീർച്ചയായിട്ടും അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം 2 വർഷത്തോളം ഈ ബങ്കറിൻ്റെ അടിയിലൊക്കെ താമസിച്ചതിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസം പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് വല്ലാത്ത ഒരു ഫീലിങ്സ് തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നമ്മൾ ഡേവിഡ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം മെലിഞ്ഞൊട്ടിയ ശരീരവുമായി മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വന്തം കിടക്കാനുള്ള ഒരു കുയ്ത്ത് കൊണ്ടുവന്ന വീഡിയോ കഴിഞ്ഞ ജൂലൈ 27-ാം തീയതി ഹമാസ് പുറത്തു വിട്ടിരുന്നു. ആ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നാലും കുറച്ച് ആൾക്കാരെങ്കിലും ഇനി കാണാത്തവരുണ്ടാകും. അത്തരം ആൾക്കാർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ തിരിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുടെ അടുത്തെത്തിയതിന് ശേഷമുള്ള ഒരു വീഡിയോ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ആ 2 വീഡിയോ നമുക്കൊന്ന് കാണാം. ആദ്യമായിട്ട് അദ്ദേഹം ആ ജൂലൈ 27-ന് പുറത്ത് വിട്ട ആ വീഡിയോ. ב-28 שעה 12. אין לי מושג אם יהיה אוכל, אין לי שמץ של מושג מה יקרה עם זה. אני כבר לא אוכל לא יודע כמה ימים ברצף. אני נמצא פה במצב מאוד 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 קשה כבר הרבה מאוד זמן, כבר כמה חודשים. אני לא אוכל, בקושי יש מים, אני אוכל ממש 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 מעט. אתם יכולים לראות כמה אני רזה, זה לא פיקציה, זה אמיתי, אין אוכל. הם נותנים לי מה שהם יכולים, אני לא אוכל, אני מרזה מיום ליום, אני נהיה במצב גרוע יותר, אני נהיה חלש יותר, ואין כלום. אחרי זה עדשים, אחרי זה עוד פעם לא אכלתי כלום. עדשים, עוד פעם לא אכלתי כלום. ואז עוד פעם לא אכלתי כלום, ועוד פעם לא אכלתי כלום. ועוד פעם לא אכלתי כלום. בסדר? זה ליומיים עכשיו. כל הפחית הזאת זה ליומיים כדי שאני לא אמות. מה שאני עושה עכשיו, אני חופר את הקבר. הקבר שמיועד מבחינתי לי. כי כל יום שעובר הגוף שלי הולך, נחלש, נראה רזה יותר וחלש יותר. מבחינתי זה נראה שאני בדרך למוות שלי. אני חובר לעצמי את הקבר שבו אני אולי אשכב. ובאמת, כל יום שהולך ועובר, הזמן נגמר. הזמן הולך ואוזל. ורק אתם תוכלו לעצור את זה, כדי שאני אוכל לשכב במיטה שלי. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, അദ്ദേഹം ഈ ചുമരിൻ്റെ മുകളിൽ ദിവസങ്ങൾ എണ്ണിക്കയ്യാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ശരീരമെല്ലാം കണ്ടാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കോലം അവസ്ഥയുമെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതായിരുന്നു ബങ്കറിൻ്റെ അകത്ത് അദ്ദേഹം നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ. തീർച്ചയായിട്ടും അദ്ദേഹം അന്ന് വളരെ സങ്കടത്തോടു കൂടിയും വിഷമത്തോടു കൂടിയും പറയുന്ന വാക്കുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനെല്ലാം ഒരു പര്യവസാനം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചങ്ങൾ വന്നു ചേരുകയാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് നിയോഗം. ഇന്ന് നമ്മുടെ ഹമാസ് പുറത്തുവിട്ട യുദ്ധ തടവുകാരി തീർച്ചയായിട്ടും ഡേവിഡ് എന്ന് പറയുന്ന ഇദ്ദേഹവും ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരുപാട് സന്തോഷം നൽകുന്ന വാർത്തകളാണ്. ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ച് കാണില്ല തിരിച്ച് എനിക്ക് എൻ്റെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുമെന്ന്. തീർച്ചയായിട്ടും എന്നാൽ സന്തോഷം വന്നിരിക്കുകയാണ്. അദ്ദേഹവും വിട്ടേക്കപ്പെട്ട ഒരാളാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണവും ആൾക്കാരുടെ ജൈവിളികളും അത് നമുക്കൊന്ന് കാണാം.
איזה שאיבנט אתה רוצה להם? אני לא יודע מזה. איפה עליזה? അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഏത് രാജ്യക്കാരായാലും ഈ യുദ്ധത്തിൻ്റെ സമയത്ത് അകപ്പെടുക എന്ന് പറയുന്നത് നിരപരാധികളായ ആൾക്കാരായിരിക്കും. രണ്ട് രാജ്യവും തമ്മിൽ യുദ്ധങ്ങളുണ്ടാകുന്ന സമയത്ത് ഇത്തരം ആൾക്കാർ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കപ്പെടുകയും അതുപോലെ തന്നെ ബങ്കറിൻ്റെ അകത്തൊക്കെ താമസിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ 2 വർഷത്തോളം വെളിച്ചം കാണാത്ത മനുഷ്യനാണ്. ഇത് തന്നെയാണ് ഏതൊരു യുദ്ധം കൊണ്ടും അവസാനം നമുക്ക് നേടാൻ വേണ്ടി സാധിക്കുന്നത്. ഈ യുദ്ധത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഏകദേശം പാവപ്പെട്ട 65,000-ന് മുകളിൽ പലസ്തീൻ ജനതയാണ് മരണപ്പെട്ടത്. അതുപോലെ തന്നെ 2000-2500 അതിനടുത്ത് ഇസ്രായേലി പൗരന്മാരും മരണപ്പെടുന്നത് നമ്മൾ കണ്ടു. അതിൽ പലസ്തീനികൾ മരണപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ ഈ 65,000-ൽ ഏകദേശം 25,000-ന് മുകളിൽ കുട്ടികളും സ്ത്രീകളും അടങ്ങുന്നതാണ് എന്നുള്ള ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യമാണ്. തീർച്ചയായും അതൊക്കെ ഉണ്ട് എങ്കിലും ഇപ്പോൾ സമാധാനപരമായ ഒരു കരാർ നിലവിൽ വന്നതോടുകൂടി തീർച്ചയായിട്ടും 2 പൗരന്മാർക്കും അവരുടെ നാട്ടിലേക്ക് പോകാനും അവരുടെ കുടുംബക്കാരെ സന്ദർശിക്കാനും കാണാനും എല്ലാം പടച്ച തമ്പുരാൻ ഒരു അവസരം നൽകി. അത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. ഇത്തരം സമാധാനത്തോടു കൂടി ഇനി ഫലസ്തീൻ ജനതയ്ക്ക് അവരുടെ നാട്ടിൽ താമസിക്കാൻ വേണ്ടി സാധിക്കട്ടെ. ഒരു ബൈറ്റ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് ആൾക്കാർ ഇസ്രായേലിൽ നിന്ന് ഫലസ്തീനിലെത്തുമ്പോൾ അവരുടെ സന്തോഷം കൂടി നമുക്കൊന്ന് കാണാം. אתה בבית! אתה בבית! אתה בבית! אתה בבית! מלך! 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 זהו, זה נגמר. כמה חלמנו לרגע הזה. אלוהים! תודה אלוהים! תודה! יש לך שתי ידיים, שתי רגליים. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ കൂടി നിങ്ങൾ കണ്ടു കാണും. ഈ ഒരു സന്തോഷം എന്നെന്നും നമ്മുടെ പടച്ച തമ്പുരാൻ നിലനിർത്തി കൊടുക്കട്ടെ എന്നുള്ളതാണ്. അത്രയ്ക്കും കഷ്ടപ്പെട്ട ഒരു ജനതയാണ് ഈ പലസ്തീൻ ജനത എന്ന് പറയുന്നത്. ജീവിച്ച അല്ലെങ്കിൽ ജനിച്ച മണ്ണിൽ അവിടെ ഒന്ന് ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഇത്രയും കാലമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോരാടാൻ വേണ്ടി അവരുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. കല്ലും ഈ മരക്കഷ്ണങ്ങളും അല്ലാതെ വേറെ ആയുധങ്ങളോ കാര്യങ്ങളോ ഒന്നും ആ പാവപ്പെട്ട ജനതയുടെ കയ്യിലില്ല. അവർ പടച്ചവനെ വിളിച്ച് പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിനൊരു ഉത്തരം പടച്ച തമ്പുരാൻ നൽകിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വിജയം തന്നെയാണ് അവസാനമായിട്ട് അവർക്ക് തേടിയെത്തിയത്. തീർച്ചയായിട്ടും ഇനി മരണം വരെ യാതൊരു പ്രശ്നവുമില്ലാതെ വളരെ സന്തോഷത്തോടു കൂടി അവരുടെ പിറന്ന മണ്ണിൽ താമസിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പടച്ച തമ്പുരാനോട് നമ്മൾ ദുആ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ഹൈപ്പ് കൂടി നൽകിയതിന് ശേഷം വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.